സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിച്ചുകൊണ്ട് അവനെ വഴിപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ അനുധാവനം ചെയ്ത് ജീവിക്കുക എന്നതാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് നമുക്ക് മാറാൻ കഴിയാത്തത്? മാറണമെന്ന് ആഗ്രഹിച്ചിട്ടും നമുക്ക് മാറാൻ സാധിക്കുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്ത് അതവരെ പഠിപ്പിക്കുകയും അതവർ ജീവിതത്തിൽ പകർത്തുകയും ചെയ്തപ്പോഴാണ് അവർക്ക് മാറ്റമുണ്ടായത്. അന്ധകാരത്തിൽ ജീവിച്ച ആ സമൂഹത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് ആ അല്ലാഹുവിൽ നിന്നുള്ള ഹുദയാണ്, സന്മാർഗമായ വിശുദ്ധ ഖുർആനാണ്. സഹാബത്ത് ഏതൊരു രൂപത്തിലാണോ ഖുർആനിനെ സമീപിച്ചത്, ആ ഒരു രൂപത്തിൽ സമീപിച്ചാൽ മാത്രമേ സഹോദരങ്ങളെ ജീവിതത്തിൽ മാറ്റമുണ്ടാവുള്ളൂ. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകൻ ലിയദബ്ബറു ആയാതിഹി, അതിൻ്റെ ആയത്തുകൾ, അതിൻ്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ഉറ്റാലോചിക്കണം. അതൊരു കേവല പാരായണ ഗ്രന്ഥമായിട്ടല്ല അവർ കണ്ടിരുന്നത്. അലം യഅനിൽ ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ അതിന് കീഴൊതുങ്ങിയെന്നാണ്. അപ്പം അതുകൊണ്ട് ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹു നമ്മളോട് സംസാരിക്കുകയാണ്. അത് കേവലം ഇൻഫർമേഷൻസ് അല്ല. നമ്മളെന്തെങ്കിലും കുറേ ഇൻഫർമേഷൻസ് അറിയാൻ വേണ്ടിയിട്ടല്ല ഖുർആൻ ഓതുന്നത്. നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താനും അതിനനുസരിച്ച് മാറാനും വേണ്ടിയിട്ടാണ്. അത് കേൾക്കുന്നതോടുകൂടി ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാറായില്ലേ എന്ന് അള്ളാഹു ചോദിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞു, ഇൻതഹൈനാ റബ്ബന, അതെ ഞങ്ങൾ വിരമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ മദ്യം മുഴുവൻ, കെട്ടിവെച്ച മദ്യങ്ങൾ മുഴുവൻ അവർ ഒഴുക്കി വിട്ടു എന്നാണ്. സഹോദരങ്ങളെ, മാറ്റം അത് നമ്മളോട് ഖുർആൻ സംസാരിക്കുന്നത് ലൈവായിട്ടാണ്. ആ നിമിഷം തന്നെ അതിന് മറുപടി പറയാൻ, ജീവിതം കൊണ്ട് മറുപടി പറയാൻ നമുക്ക് സാധിക്കണം. ആ ഒരു തരത്തിലാണ് നമ്മൾ ഖുർആനിനെ സമീപിക്കേണ്ടത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇൽ നിന്ന് ഖുർആൻ കേൾക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദിനോട് ഖുർആൻ ഓതിത്തരാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ സൂറത്തു നിസാഇലെ ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് എന്ന ആയത്തോതി, ഈ ഉമ്മത്തിന് സാക്ഷിയായിട്ട് നാം നിന്നെ കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അതവിടെ വെച്ച് നിർത്താൻ പറയണം. അവിടെ ഓതിയപ്പോൾ ആയത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദിനോട് ഓത്ത് നിർത്താൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴുന്നതായിട്ട് അദ്ദേഹം കണ്ടതായിട്ട് ഹദീസുകൾ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് സഹോദരൻ, ആരാണ് കരുതുന്നത്? ചെയ്തതും ചെയ്യാനിരിക്കുന്നതുമായ സകല പാപങ്ങളും പൊറുക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്നിട്ടും നിന്നെ സാക്ഷിയായിട്ട്, ഈ ഉമ്മത്തിന് സാക്ഷിയായി നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് ചോദിച്ചപ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂൽ ആയത്ത് കേട്ട് കരഞ്ഞത്. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് കേവലം പാരായണത്തിനുള്ളതല്ല, ഇത് നമ്മുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കേണ്ടതുണ്ട്. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനോട് പറഞ്ഞു, ഇഖ്റഊ അൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതിക്കൊള്ളുക സഹാബത്തെ. എന്താണ്? നിങ്ങൾക്ക് ശേഷം ഒരു കൗമ് വരാനുണ്ട്, അവരെന്ത് ചെയ്യും? അവർ ഖുർആൻ ഓതും, പക്ഷേ അവരുടെ ഓത്ത് അവരുടെ തൊണ്ടയ്ക്ക് താഴേക്ക് ഇറങ്ങൂലെന്ന്. അവരുടെ തൊണ്ടയ്ക്ക് താഴേക്ക് ആ ഖുർആൻ ഓത്ത് ഇറങ്ങൂല. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകനായ, അലി റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന ഖവാരിജ്, ഇബ്നുൽ ജൗസി അദ്ദേഹത്തിൻ്റെ തെൽബീസ് ഇബ്ലീസ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തെ പ്രതിക്രിയ ചെയ്യാൻ വേണ്ടിയിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ആളാണ്. പ്രതിക്രിയ ചെയ്യുന്നത് ജഅഫർ ഇബ്നു അബി ത്വാലിബാണ്. അപ്പോൾ അദ്ദേഹം പ്രതിക്രിയ ചെയ്യാൻ, വധിക്കാൻ വേണ്ടി വരുമ്പം അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം ആവശ്യപ്പെടുന്നത് എന്താ അറിയോ? എനിക്ക് ഖുർആൻ ഓതിക്കൊണ്ട് മരിക്കണം, ഖുർആൻ ഓതിക്കൊണ്ട് മരിക്കണം. അപ്പോൾ ജഅഫർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇസ്ലാമിൻ്റെ ഒരു ഖലീഫയെ കൊന്നിട്ട് താങ്കൾക്ക് സ്വർഗം കിട്ടുമെന്നാണോ താങ്കൾ വിചാരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അത്ര സത്യമാണ്. ഖുർആൻ ഓതും, പക്ഷേ അതവരുടെ തൊണ്ടയ്ക്ക് താഴേക്ക് ഇറങ്ങൂല എന്നാണ്, ഹൃദയത്തെ സ്വാധീനിക്കൂല എന്നാണ്.
അപ്പോൾ അങ്ങനത്തെ ഒരു ഓത്തുകാരായി നമ്മൾ മാറാൻ പാടില്ല. ഖുർആൻ അത് നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കാത്തതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനിനെ സമീപിക്കുമ്പോൾ അത് കൃത്യമായിട്ട് അത് മനസ്സിലാക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുക എന്ന ഒരു ബാധ്യത നമുക്കുണ്ട്. അതിനനുസരിച്ച് നമ്മൾ മാറേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്നത് കാന ഖുലുഖുഹു അൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അത് ഖുർആനായിരുന്നു എന്നാണ്. അപ്പോൾ ജസ്റ്റ് ഓതുക മാത്രമല്ല, ആ ഖുർആൻ അനുസരിച്ച് ജീവിച്ചു എന്നാണ്. ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും. ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ് എന്ന സൂറത്തു യൂസുഫിലെ ആയത്തോതിയതിനു ശേഷം ഉമർ കരഞ്ഞു എന്നാണ്. ആ കരച്ചിൽ അവസാനത്തെ സൊഫ് വരെ കേൾക്കുമാറായിരുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ വിതുമ്പൽ അവസാനത്തെ സൊഫിലെ ആളുകൾ വരെ കേട്ടു എന്ന് ഹദീസിൽ കാണാൻ പറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുകയും അതിനനുസരിച്ച് മാറ്റമുണ്ടാകുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലേ? എത്ര ഖുർആൻ ഓതിയാലും സഹോദരൻ ബോറടിക്കാൻ പറ്റില്ല. അല്ലെ? ചില ആൾക്കാരെന്താ ഖുർആൻ ഓതി അപ്പം ഉറങ്ങും. മുസാഹിഫ് ഇങ്ങനെ തല കുത്തി മൂന്നാണ്. അതെന്തുകൊണ്ടാണ്? അത്രയും ബോറടിയാണ്. അല്ലെങ്കിൽ എന്താണ് അത് നമ്മൾ ഓതുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇത് നമ്മൾ ഖുർആൻ്റെ പ്രശ്നമല്ല, ഇത് നമ്മുടെ സമീപനത്തിൻ്റെ പ്രശ്നമാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഖുർആനെ നമ്മൾ കുറച്ചുകൂടി എന്ത് ചെയ്യണം? സീരിയസ് ആയിട്ട് സമീപിക്കേണ്ടതുണ്ട്. ഖുർആൻ ഈ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വചനമാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്. അപ്പം അതുകൊണ്ട് അത് കേൾക്കാനുള്ള ആ കേൾക്കുകയും ആ കേൾക്കുന്നതിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറായിക്കൊണ്ടാണ് നമ്മളത് ഓതേണ്ടത്. ആ മാറ്റം, ആ ഓരോ ആയത്തും ഒരു 10 ആയത്ത് ഇബ്നു മസ്ഊദ് തന്നെ പറഞ്ഞിട്ട് 10 ആയത്ത് ഞങ്ങൾ ഓതിയാൽ അത് ജീവിതത്തിൽ പകർത്തിയിട്ടേ പിന്നെയുള്ളൂ അടുത്ത 10 ആയത്ത് ഞങ്ങൾ പഠിക്കുള്ളൂ എന്നാണ്. അത് ജീവിതത്തിൽ പകർത്താനുള്ളത്. ഖുർആനു ഹുജ്ജത്തുൻ ലക ഔ അലൈക എന്നാണ്. ഖുർആൻ എന്താണ്? ഖുർആൻ നമുക്ക് അനുകൂലമായിട്ടുള്ള തെളിവായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എതിരായിട്ടുള്ള തെളിവ്. നാളെ പരലോകത്ത് രണ്ടിലൊന്നായിട്ട് നമ്മുടെ ഇമാം, നമ്മൾ ഖബറിലേക്ക് വെക്കപ്പെട്ട് നമ്മുടെ ഖബറിൽ ചോദ്യം ഉണ്ടാവുന്നതാണ്. നിങ്ങളുടെ ഇമാം ആരാണെന്ന്, നമ്മുടെ ഇമാം ഖുർആനാണെന്ന് പറയണമെങ്കിൽ ഖുർആനിനോടുള്ള നമ്മുടെ സമീപനം മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ നമ്മൾ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സഹോദരങ്ങളെ, നമ്മൾ റബ്ബിൻ്റെ മുമ്പിൽ നാളെ എഴുന്നേറ്റ് നിന്ന് വന്ന് ഈ നൽകിയ അനുഗ്രഹങ്ങൾക്കൊക്കെ നാളെ നമ്മൾ കണക്ക് പറയേണ്ടി വരുമെന്ന ബോധത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ സഹോദരങ്ങളെ, എന്തൊരു നിലപാടാണ് നമ്മൾ ഖുർആനിനോട് കൈക്കൊണ്ടിട്ടുള്ളത്, നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഖുർആൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ നോമ്പിന് പോലും നമ്മൾ 1 ഖത്തം തീർത്തു, 2 ഖത്തം തീർത്തു പറയുമ്പോൾ അത് കേവലം നമ്മുടെ ചുണ്ടുകൾക്കിടയിൽ പാരായണം ചെയ്യപ്പെട്ടു എന്നതിനപ്പുറം അത് നമ്മുടെ ഹൃദയത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടോ, അതിനനുസരിച്ചൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനെ പറ്റി അല്ലാഹുമ്മ ജഅൽ ഖുർആന റബീഅ ഖൽബി, അല്ലേ? എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണേ എന്ന് പറയുമ്പം നമ്മൾ ഹൃദയത്തിന് ഒരു സന്തോഷമുണ്ടാകുന്ന കാര്യമായി ഖുർആൻ മാറണമെങ്കിൽ, നമ്മൾ ഹൃദയത്തിൻ്റെ പ്രകാശമായിട്ട്, ജീവിതത്തിൻ്റെ പ്രകാശമായിട്ടും മാർഗദർശനമായിട്ട് ഖുർആൻ മാറണമെങ്കിൽ ആ ഖുർആൻ അറിയാൻ, ആ ഖുർആൻ അത് ഓതുമ്പോൾ സഹോദരങ്ങളെ അള്ളാഹു എന്നോട് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ളൊരു താല്പര്യത്തോടു കൂടി അത് ഖുർആനെ സമീപിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പലതവണ ഖുർആൻ ഓതിയിട്ടുണ്ട്. ഖുർആനിലെ പല ആയത്തുകളും സൂറത്തുകളൊക്കെ നമുക്ക് പരിചയമുണ്ട്. പക്ഷേ എങ്കിലും അത് ഓരോ സൂറത്തും ഓരോ ആയത്തും എവിടെ ഏത് വിഷയത്തിൽ അവതരിച്ചു എന്ന് ഇബ്നു മസ്ഊദ് പറഞ്ഞ പോലെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നാവിൻ തുമ്പത്തിൽ നിന്ന് ഞാൻ ഖുർആൻ കേട്ടിട്ടുണ്ട്, അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ ഖുർആൻ പഠിച്ചിട്ടുണ്ട്. ഇന്ന ഓരോ ആയത്തും അത് എവിടെ, ആർക്ക്, ഏത് സന്ദർഭത്തിൽ എപ്പോൾ ഇറങ്ങി എന്ന് എനിക്കറിയാം എന്ന് ഖുർആനെ കുറിച്ചാണ് പറഞ്ഞത്. 6000 ചില്ലാനം ആയത്തുകളെ കുറിച്ചാണ് പറയുന്നത്. ഒരു ചെറിയ സൂറത്ത് എടുത്തിട്ട്, ഒരു ചെറിയ സൂറത്ത് മാത്രം എടുത്തിട്ട് നമുക്ക് പറയാൻ പറ്റും സഹോദരങ്ങളെ, ഈ സൂറത്ത് എവിടെ, ആർക്ക്, എപ്പോൾ, ഏത് സന്ദർഭത്തിൽ ഇറങ്ങി എന്നത് എനിക്ക് പറയാൻ കഴിയുമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ പഠിപ്പിച്ച രൂപത്തിൽ ഓരോ സൂറത്തും ഏത് സന്ദർഭത്തിലാണ് ഇറങ്ങിയത്, എവിടെ വെച്ചാണ് ഇറങ്ങിയത്, ആർക്കാണ് ഇറങ്ങിയത്, അതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഏതെങ്കിലും ഒരു സൂറത്തിൻ്റെ കാര്യത്തിലെങ്കിലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അതിൻ്റെ ഫുള്ള് ആശയം എന്താണെന്നുള്ളത്, അതിൻ്റെ അർത്ഥം എന്താണ്, സഹാബത്ത് എങ്ങനെയാണ് ആ സൂറത്ത് അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് പഠിച്ചതിൻ്റെ ആശയം എന്താണ് എന്ന് സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സഹോദരങ്ങൾ, എത്രയോ ജീവിതത്തിൽ നമ്മൾ ബാക്കിയുള്ള എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നു, കരാറുണ്ടാക്കുന്നു, രേഖകളുണ്ടാക്കുന്നു, ഒപ്പിടുന്നു, നമ്മൾ വേണ്ട നമ്മളെ ഭൗതികമായ വിഷയത്തിന് വേണ്ട സകല അറിവുകളും നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി അതൊക്കെ അതിൻ്റെ ആളുകളെ കൊണ്ട് നമുക്കറിയാത്തതാണ് അതിൻ്റെ എക്സ്പെർട്ടിൻ്റെ അടുത്ത് പോയിട്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ എത്ര താല്പര്യം കാണിക്കുന്നു. പക്ഷേ ഈ പരലോക വിജയത്തിന് വേണ്ടി അള്ളാഹു നിദാനമായി വെച്ച, മാനവർക്ക് മാർഗദർശനമായി വെച്ച ഈ വിശുദ്ധ ഖുർആൻ അതറിയാനും പഠിക്കാനും നമ്മൾ എത്രത്തോളം താല്പര്യം കാണിക്കുന്നുണ്ട് എന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് നമ്മൾ എത്ര പ്രാധാന്യം അതിന് കൊടുക്കുന്നുണ്ട് എന്ന് നമ്മളൊന്ന് ആത്മവിചിന്തനത്തിന് തയ്യാറാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആനാണ് സഹാബത്തിനെ മാറ്റിയത്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച, ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ജാഹിലിയത്തിൽ ജീവിച്ച അവരെ സമാനതകളില്ലാത്ത ഒരു സംസ്കാരത്തിലേക്കും വിജയത്തിലേക്കും ജീവിത ശൈലിയിലേക്കും അവരെ ഉയർത്തിക്കൊണ്ടുവന്നത് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള വെളിച്ചമാണ്, വിശുദ്ധ ഖുർആനിൻ്റെ മാർഗദർശനമാണ്, അതനുസരിച്ചുള്ള അവരുടെ ജീവിതമാണ്. അപ്പം അതുകൊണ്ട് തന്നെ
ലോകത്ത് ആർക്ക് മാറണമെങ്കിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ ലോകത്ത് ആർക്ക് മാറണമെങ്കിൽ മുൻകാലക്കാർ ഏതൊന്നുകൊണ്ടാണോ മാറിയത് അതുകൊണ്ട് മാത്രമേ മാറ്റം സാധ്യമുള്ളൂ എന്നാണ്. ചില ആൾക്കാർ പറയും, അങ്ങനെ കേൾക്കുമ്പോഴൊക്കെ അങ്ങനെ തോന്നും, ഒരു വയത് കേൾക്കുമ്പോൾ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ ചില ആൾക്കാരെ കൂടെ ഇരിക്കുമ്പോഴൊക്കെ ഒരു നന്നാകണം എന്നൊക്കെ തോന്നും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ആ മൂടക്കൺ പോവും. അപ്പം അങ്ങനെ തന്നെയാണ് ലൈഫ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ മൂഡ് നിലനിർത്തണമെങ്കിൽ, നന്നാകണമെന്നും അള്ളാഹുവിൻ്റെ തൃപ്തി നേടണമെന്നും ജീവിതത്തിൽ പരലോകത്തിൽ വിജയിക്കണമെന്നുമുള്ള ആ മൂഡ് സ്ഥിരമായി നിലനിർത്തണമെങ്കിൽ ഖുർആനുമായിട്ട് നല്ല ബന്ധം ഉണ്ടാകണം. നിത്യേന ഖുർആൻ പാരായണം ചെയ്യുന്ന, അതിൻ്റെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുമ്പോഴാണ് സഹോദരങ്ങൾ എന്തുണ്ടാകുക, ആ ഒരു മൂടി നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഖുർആനിനോട് ആ ഒരു തരത്തിൽ, ഖുർആൻ എന്താ വെച്ചാൽ നമ്മളെ പെരയിൽ ആലോചിച്ച് നിങ്ങളെ പെരയിൽ തന്നെ എത്ര ഖുർആൻ ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഖുർആൻ്റെ എത്ര കോപ്പി നമ്മളെ പെരയിൽ നോക്കാത്ത പൊളിച്ചാത്ത കോപ്പിയൊക്കെ ചിലപ്പോൾ കിടക്കണ്ട. അച്ഛനൊക്കെ വന്നിട്ട് ഒരു പണ്ട് സൗജന്യമായി കിട്ടിയപ്പോൾ എല്ലാവരും കൊണ്ടുവന്നു, ഇപ്പോൾ പൈസ വേണം, ഇപ്പോൾ സൗജന്യമൊക്കെ നിർത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന പല ഖുർആനൊക്കെ ഇതുവരെ ആരും തൊടാതെ നമ്മളെ ഷെൽഫിൽ കിടക്കുന്നുണ്ടാവും. നമ്മളെ ഫോണിലൊക്കെ ചില മൂഡിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഖുർആനൊന്നും ഇതേവരെ തുറക്കാതെ ആപ്പൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടാവും സഹോദരങ്ങൾ. അതുകൊണ്ടൊന്നും കുറേ ഖുർആനുണ്ട് എന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല, നമ്മൾ കുറേ ഓതി എന്നതുകൊണ്ടും നമ്മൾ രക്ഷപ്പെടാൻ പോകില്ല. ആ ഖുർആൻ നമ്മുടെ ഹൃദയത്തിൽ മാറ്റമുണ്ടാക്കി ആ മാറ്റത്തിനനുസരിച്ചുള്ളൊരു ജീവിതം നമ്മൾ കാഴ്ചവെക്കുമ്പോഴാണ് സഹോദരങ്ങളെ നാളെ എന്ത് ചെയ്യണം, നമ്മൾ രക്ഷപ്പെടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫുർഖാനിൽ വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, എൻ്റെ കൗം എന്ത് ചെയ്തു, എൻ്റെ ജനങ്ങൾ ഈ ഖുർആനിനെ എന്ത് ചെയ്തു, അവഗണിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടാണ് നഷ്ടം സംഭവിക്കാനുള്ള കാരണം എന്താണ്? ഈ വിശുദ്ധ ഖുർആനിനെ ജീവിതത്തിൽ അവഗണിച്ചു എന്നുള്ളതാണ്. അതിനർത്ഥം നമ്മൾ ഓതില്ല എന്നുള്ളതല്ല, നമ്മളത് ചിന്തിച്ചില്ല, നമ്മളത് മനസ്സിലാക്കില്ല, ജീവിതത്തിൽ പകർത്തില്ല എന്നുള്ളതാണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ ഖുർആൻ അവഗണിച്ചു ഇപ്പം നമ്മൾ ആരും ഖുർആൻ അവഗണിച്ചവരല്ല, അല്ലേ? എല്ലാവരുടെ വീട്ടിലും ഖുർആനുണ്ട്, എല്ലാവരുടെ ഫോണിലും ഖുർആനുണ്ട്, എല്ലാവരും ഖുർആൻ അത്യാവശ്യത്തിന് നോമ്പിനെങ്കിലും അത്യാവശ്യം ഓതലുണ്ട്, എല്ലാവരുടെ കുട്ടികളും മദ്രസിലും സ്കൂളൊക്കെ ഖുർആൻ പഠിച്ചിട്ടുണ്ട്. പിന്നെന്തുകൊണ്ടാണ് നാളെ പരലോകത്ത് ഖുർആൻ അവഗണിച്ചു എന്ന് പറയുന്നത്? അത് ജീവിതത്തിൽ ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ്. അത് ജീവിതത്തിൽ അതിനനുസരിച്ചൊരു മാറ്റം ഉണ്ടായില്ല എന്ന് തന്നെ. സഹാബത്ത് എങ്ങനെ ഖുർആൻ കൊണ്ടുവരും, ഒരു ആയത്ത് കണ്ട് ഇറങ്ങുമ്പോത്തിന് അവർ മാറുകയാണ്, അല്ലേ? ലൻ തനാലുൽ ബിർറാന്ന് എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാനാവുകയില്ല എന്നുള്ള ആയത്തിൻ്റെ ഇറങ്ങുമ്പോത്തിന് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോപ്പർട്ടികൾ എന്താണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികളൊക്കെ അള്ളാൻ്റെ മാർഗത്തിൽ കൊടുക്കുക. ആലോചിച്ച് റോഡ് സൈഡിലുള്ള ആ 15 സെൻറ്റ് സ്ഥലമൊക്കെ ഞാൻ പള്ളിക്ക് മദ്രസക്ക് കൊടുക്കാൻ ഒരാൾക്ക് ഒരു ആയത്ത് ഓതിയിട്ട് പറ്റണമെന്നുണ്ടെങ്കിൽ ആ ആയത്തുണ്ടാക്കണ മാറ്റം തന്നെയാണ് അതില്ലേ. ഒരു ആയത്തിറങ്ങാണത് നിങ്ങൾക്ക് പുണ്യം നേടാനാവുകയില്ല ഏതുവരെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ എന്ന ആയത്തിറങ്ങും. അത് കേട്ടിട്ട് സഹാബത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോപ്പർട്ടികൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വന്ന് അവർ കൊടുക്കണം. അപ്പം അങ്ങനെ ഒരു മാറ്റം അവർക്കുണ്ടായത്, അതുകൊണ്ടാണ് അവർ സഹാബത്തായത്, അതുകൊണ്ടാണ് അവർ റളിയല്ലാഹു അൻഹും എന്ന് അവരുടെ പേര് കേൾക്കുമ്പോൾ ചെല്ലേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, അവർ പോയ സ്വർഗത്തിലേക്ക് സാബിക്കൂൻ മുൻകടന്നു പോയ ആളുകൾ, ആ ഒരു ദറജ അതിൽ കയറാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ആ വാതിൽ ഇപ്പോഴും ഓപ്പൺ ആയി ക്ലോസ് ആയിട്ടുള്ള ഇതല്ല, ഒരു ഗ്രൂപ്പല്ല, ആ കാറ്റഗറിക്ക് ഇപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്വർഗത്തിൽ കയറാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ എപ്പോഴും എന്തുണ്ട്, അവസരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അവർ പോയ പോലെ അവർക്ക് ഏതൊന്ന് ഈ ഖുർആൻ കൊണ്ട് എങ്ങനെ മാറ്റമാണ് അവർ ജീവിതത്തിൽ കൊണ്ടുവന്നത്, ആ മാറ്റം കൊണ്ടുവരാൻ നമ്മളും തയ്യാറായാൽ, അവർ ഓരോ ആയത്തും അവർ ലൈവായിട്ടാണ്, അവർ ആയത്തിനെ എന്താണ് അന്വർത്ഥമാക്കിയിട്ടാണ്, അതിനെ ജീവിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്തത്, അവർ മുന്നോട്ട് പോയത്. അതുകൊണ്ട് എന്താണ് ആ ഒരു രൂപത്തിൽ ഖുർആനെ സമീപിക്കാനും ജീവിക്കാനും അതിനുവേണ്ടി, അതാണ് ലൈഫിലെ സ്ട്രഗിൾ എന്ന് പറഞ്ഞ സഹോദരങ്ങൾ. അതാണ് ഖുർആൻ അനുസരിച്ച് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സ്ട്രഗിളാണ് ഈ ജീവിതം എന്ന ബോധത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുലേക്ക് നമ്മൾ ഒരു ചാണെടുത്താൽ അള്ളാഹു നമ്മളിലേക്ക് ഒരു മുഴമെടുക്കുമെന്നാണ്. അള്ളാഹുലേക്ക് നമ്മൾ നടന്നാൽ അള്ളാഹു നമ്മളിലേക്ക് ഓടുമെന്നാണ്. അള്ളാഹു നമ്മൾ വരമേൽപ്പിച്ചാൽ അള്ളാഹു നമ്മളെ കൈവിടൂല എന്നുള്ളതാണ്. അള്ളാഹു നമ്മളൊരു കാര്യം നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച് അതിനുവേണ്ടി നമ്മൾ പണിയെടുത്താൽ ഒരിക്കലും അള്ളാഹു അത് പാഴാക്കുകയില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.